നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ, ഒരുപക്ഷെ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പാസ്റ്റർ എൽവേസ് ഫോർ ചർച്ച് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഒരു വീഡിയോയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം. വളരെ വ്യത്യസ്തവും എന്നാൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു നിരീക്ഷണമാണ് അവരിതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. ആരാണ് ശരിക്കും ഈ എതിർ ക്രിസ്തു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നൂറ്റാണ്ടുകളായി വിശ്വാസികളും ദൈവശാസ്ത്രജ്ഞരും ഒരുപോലെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്, അല്ലേ? ലോകാവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുന്ന ഈ ഭയാനകമായ കഥാപാത്രത്തെക്കുറിച്ച് എന്തൊക്കെ കഥകളാണ് ലോകത്തുള്ളത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും പല രൂപങ്ങളും കടന്നുവരുന്നുണ്ടാകും. ചിലർ പറയും ഇതൊരു ആധുനിക രാഷ്ട്രീയ നേതാവാണെന്ന്. വേറെ ചിലർ പറയുന്നു അതല്ല, മാർപ്പാപ്പയാണെന്ന്. ഇനി കിഴക്ക് നിന്നുള്ള ആരോ ആണെന്നും എന്തിന് ഒസാമ ബിൻ ലാദനാണെന്ന് വരെ വിശ്വസിച്ചവരുണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, വെറുമൊരു അമാനുഷിക ദുരാത്മാവാണെന്നും കരുതുന്നവരുണ്ട്. പക്ഷേ നമ്മളിന്ന് വിശകലനം ചെയ്യുന്ന ഈ സ്രോതസ്സ് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഈ ഊഹാപോഹങ്ങളെയൊക്കെ അപ്പാടെ തള്ളിക്കളയുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അവരുടെ വാദം? അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റുള്ളത്. ഈ പഴയ വിശ്വാസങ്ങൾക്കെല്ലാം അപ്പുറം പ്രഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം ഇതാണ്. അതായത്, തിരിച്ചുവരുന്ന ഒരു വഞ്ചകൻ. അതാരാണെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഭാവിയിൽ എവിടെ നിന്നോ പൊട്ടിവീഴുന്ന ഒരു അപരിചിതനല്ല എതിർ ക്രിസ്തു. മറിച്ച് യേശുവിന് ഒറ്റിക്കൊടുത്ത സാക്ഷാൽ യൂദാസ് ഇസ്കരിയോത്താവിന്റെ ആത്മാവാണ് തിരികെ വരുന്നത് എന്നാണ് പ്രഭാഷകന്റെ അമ്പരപ്പിക്കുന്ന വാദം. അതായത്, മുൻപ് ജീവിച്ചിരുന്ന, ചരിത്രത്തിൽ വ്യക്തമായ സ്ഥാനമുള്ളൊരു വ്യക്തി തന്നെ വീണ്ടും വരുന്നുവെന്ന് ചുരുക്കം. ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരതിശയം തോന്നുന്നുണ്ടാകാം, ശരിയല്ലേ? പക്ഷേ വെറുതെ ഒരു വാദം ഉന്നയിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. പഴയ നിയമത്തിൽ നിന്ന് തന്നെയുള്ള ചില രഹസ്യ സൂചനകളും പ്രവചനങ്ങളും ഉപയോഗിച്ചാണ് ഈ വാദം അദ്ദേഹം കെട്ടിപ്പടുക്കുന്നത്. അവ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സൂചന ലഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വീഡിയോയിലെ വാദം വളരെ ലളിതമാണ്. സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണെങ്കിൽ സർപ്പത്തിന്റെ സന്തതി വെറുമൊരു സങ്കല്പമാകാൻ വഴിയില്ലല്ലോ, അതൊരു യഥാർത്ഥ വ്യക്തി തന്നെ ആയിരിക്കണം. അവിടുന്നാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത്. പിന്നീട് ദാവീദിന്റെ ഈ ഒരു വചനം അവർ ചൂണ്ടിക്കാണിക്കുന്നു. സങ്കീർത്തനം 41-ൽ ദാവീദ് പറയുന്നത് കേൾക്കുക: എന്റെ കൂടെ ഇരുന്ന അപ്പം തിന്ന് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇതൊരു വലിയ തെളിവായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കാരണം ഈ വഞ്ചനയുടെ പ്രവചനം നേരിട്ട് ചെന്നെത്തുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിലേക്കാണ്. ഇനി പഴയ നിയമത്തിലെ ഈ സൂചനകളിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണ്. ഇവിടെ യേശു തന്നെ നൽകുന്ന ഒരു പ്രത്യേക പദവിയുണ്ട്: നാശയോഗ്യൻ അല്ലെങ്കിൽ വിനാശത്തിന്റെ പുത്രൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു യൂദാസിനെ കൃത്യമായി വിളിക്കുന്നത് ഈ പേരിലാണ്. വെറുമൊരു സാധാരണ മനുഷ്യനെപ്പോലെയല്ല, പൂർണ്ണമായും നാശത്തിനു വേണ്ടി മാത്രം ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് യേശു അവനെ വേർതിരിച്ചു കാണിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് പൗലോസ് അപ്പോസ്തലനും എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് ഇതേ വാക്ക് തന്നെയാണ്. ഇതുമാത്രമല്ല കേട്ടോ, യൂദാസിനെക്കുറിച്ച് വേറെയും കഠിനമായ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അവനൊരു പിശാചാണെന്ന് യേശു പറയുന്നുണ്ട്. അതുപോലെ അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നുവെന്നും പറയുന്നു. ദരിദ്രരെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കള്ളനാണെന്നും യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, വെറുമൊരു മനുഷ്യന് നൽകാവുന്നതിനും അപ്പുറമുള്ള ഈ കഠിനമായ വിശേഷണങ്ങൾ കാണിക്കുന്നത് യൂദാസ് അന്തിമശത്രുവായ എതിർ ക്രിസ്തു തന്നെയാണെന്നാണ് ഈ സ്രോതസ് വാദിക്കുന്നത്. ഇനി ഈ പ്രഭാഷകൻ ചെയ്യുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമുണ്ട്. യേശുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള ഒരു നേർക്കുനേർ താരതമ്യം. ശരിക്കും പറഞ്ഞാൽ പരസ്പരം വിപരീതമായി നിൽക്കുന്ന രണ്ട് സ്വഭാവങ്ങൾ. ഇതൊന്ന് ശ്രദ്ധിക്കൂ. യേശുക്രിസ്തു ജീവൻ നൽകുന്നു, സത്യം മാത്രം പറയുന്നു, അതുപോലെ പിതാവിന്റെ മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് യൂദാസ്, അതായത് അവരുടെ വാദപ്രകാരം എതിർ ക്രിസ്തു, ഇതിന്റെ നേർവിപരീതമാണ്. അവൻ മരണം കൊണ്ടുവരുന്നു, നുണകൾ പറയുന്നു, എല്ലാവരും തന്നെ ആരാധിക്കണം എന്നാവശ്യപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ യേശുവിന്റെ ഒരു നെഗറ്റീവ് കോപ്പി. അധികാരത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും ഈ വലിയ വ്യത്യാസം കാണാം. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിക്കുകയും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തുവെങ്കിൽ, വെളിപ്പാട് പുസ്തകം പറയുന്നത് ഈ എതിർ ക്രിസ്തുവിനെ സാത്താനിൽ നിന്നാണ്, അഥവാ മഹാസർപ്പത്തിൽ നിന്നാണ് അധികാരവും സിംഹാസനവും ലഭിക്കുന്നത് എന്നാണ്. രണ്ട് തികച്ചും വ്യത്യസ്തമായ അധികാര കേന്ദ്രങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും, അല്ലേ? അങ്ങനെയെങ്കിൽ മരിച്ചുപോയ യൂദാസ് പിന്നെ എങ്ങനെയാണ് വീണ്ടും വരിക? അവിടെയാണ് പാതാളത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് എന്ന ഈ അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്.
നമുക്ക് ഈ സംഭവ വികാസങ്ങളൊന്ന് ക്രമമായി നോക്കാം. AD 33 യേശുവിനെ ഒട്ടിക്കൊടുത്ത ശേഷം യൂദാസ് ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ അവൻ സ്വർഗ്ഗത്തിലോ നരകത്തിലോ പോയി എന്നല്ല ബൈബിൾ പറയുന്നത്, മറിച്ച് തന്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയി എന്നാണ്. ആ സ്വന്തം സ്ഥലത്തു നിന്നാണ് അവസാന കാലത്ത് അവൻ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നത് എന്ന് വീഡിയോ വിശദീകരിക്കുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യൂദാസ് പോയ സ്വന്തം സ്ഥലവും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന എതിർക്രിസ്തു കയറി വരുന്ന അഗാധവും അഥവാ പാതാളവും ഒന്നു തന്നെയാണെന്നാണ് ഈ സ്രോതസ് വാദിക്കുന്നത്. അതായത് യൂദാസിനെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണെന്നാണ് അവർ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനൊരു തെളിവായി യേശു പറഞ്ഞൊരു ഉപമ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു ദുരാത്മാവ് ഒരാളിൽ നിന്ന് പുറത്തുപോയിട്ട് തിരികെ വരുമ്പോൾ തന്നേക്കാൾ മോശക്കാരായ മറ്റേഴ് പേരെ കൂടി കൊണ്ടുവരുമെന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ ഭയാനകമാകും. യൂദാസിന്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കുമെന്നും അവൻ തിരികെ വരുമ്പോൾ പണ്ടത്തേതിലും വലിയ നാശം വിതറുന്ന രൂപത്തിലാകും വരികയെന്നുമാണ് പ്രഭാഷകൻ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഈ വാദത്തിൽ ഏറ്റവും ശക്തമായി തെളിവായി അദ്ദേഹം കാണിക്കുന്നത് വെളിപ്പാട് 17:11 വചനമാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ മൃഗം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനി അഗാധത്തിൽ നിന്ന് കയറി വരും. ഇതിന്റെ അർത്ഥമെന്താണ്? മുമ്പ് ജീവിച്ചിരുന്ന, എന്നാൽ ഈ വാക്യം എഴുതുന്ന സമയത്ത് ജീവിച്ചിരിപ്പില്ലാത്ത, ഭാവിയിൽ വീണ്ടും വരുന്നൊരാൾ. ഈ ഒരു വിവരണം യൂദാസിനോളം ചേരുന്ന മറ്റൊരാളില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അവസാനമായി സങ്കീർത്തനം 109 പറയുന്ന ഭയാനകമായ ചില ശാപങ്ങൾ കൂടി വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആയുസ് കുറഞ്ഞുപോകും, അവന്റെ സ്ഥാനം മറ്റൊരുത്തനെടുക്കും, പേര് ഭൂമിയിൽ നിന്ന് മായ്ക്കപ്പെടും തുടങ്ങി തലമുറകളെ ബാധിക്കുന്ന വലിയ ശാപങ്ങളാണവ. ഇതൊരു സാധാരണ മനുഷ്യന് കിട്ടുന്ന ശിക്ഷയല്ല, മറിച്ച് സാത്താന്റെ സന്തതിക്ക് മാത്രം ലഭിക്കുന്നതാണെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ വീഡിയോയിലെ വാദങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. പക്ഷേ ബൈബിളിലെ ചരിത്ര കഥാപാത്രങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന രീതിയെ ഈ വാദം ശരിക്കും വെല്ലുവിളിക്കുന്നില്ലേ? യൂദാസ് വെറുമൊരു അത്യാഗ്രഹിയായ ഒറ്റുകാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് ലോകാവസാന കാലത്തെ ഏറ്റവും വലിയ വില്ലൻ തന്നെയായിരുന്നു എന്ന ചിന്ത. അത് തീർച്ചയായും നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ പുതിയ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം.